അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കൊക്കെ ഈന്തപ്പഴം നല്ല ഇഷ്ടമല്ലേ? അപ്പോൾ ഈന്തപ്പഴം കഴിച്ച് അതിൻ്റെ കുരു നമ്മൾ കളയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതുകൊണ്ടൊരു കോഫി ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് ആളങ്ങനെ ഉണ്ടാക്കി ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, കോഫിയുടെ അതേ ടേസ്റ്റ് ആണോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഐഷുട്ടിക്ക് കൊടുക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതെടുത്തിട്ടൊന്ന് വറുത്ത് വെക്കുകയെന്ന് വിചാരിച്ചു. എന്നാൽ വറുത്ത് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അവൾക്ക് സമ്മതിക്കണില്ലെങ്കിൽ അപ്പോൾ ഏതായാലും ആയാലോ അത് ഇടിച്ച് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവ നിന്നു. അപ്പോൾ അത് നന്നായിട്ട് വറുക്കണം. നല്ലോണം വറുത്തിട്ടില്ലെങ്കിലേ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ ആ ബ്ലേഡുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടൊക്കെ സംഭവിക്കും. അപ്പോൾ പിന്നെ അത് നേരാക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് വറുത്തെടുക്കുക, ഒരു കറുപ്പ് കളറാവുന്നത് വരെ. എന്ന് വെച്ച് കരിഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. നല്ല ഈ ഒരു കളറുണ്ടല്ലോ അതാവുന്ന വരെ കുറച്ച് സമയം എടുക്കും. ചെറിയ ചൂടിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു പോവുള്ളൂ, ഉള്ളൊന്നും ആവില്ല, അതങ്ങനെ നിൽക്കും. ഇപ്പോൾ അതാ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇടിക്കല്ലിലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിൽ നേരിട്ടിട്ട് ഇത് അടിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സി കേടുവരുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം. ഞാനിത് ചൂടോട് കൂടിയാണ് ഇടിക്കാൻ പോണത്. ചൂടാറാനൊന്നും സമയമില്ല. മറ്റാൾ എപ്പോഴാണ് ബഹളം വെക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വേഗമുള്ള സമയം കൊണ്ട് വേഗം ഇടിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ചൂടോട് കൂടി തന്നെയാണ് ഇതിലിട്ടിട്ടുള്ളത്. അവസാനം ഇടിച്ചിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ആ തരി മാത്രമേ ഉള്ളൂ, വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്നുമില്ല. അതൊക്കെ ഞാൻ ഇടിച്ചിങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് കോഫി ഉണ്ടാക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും എൻ്റെ മെച്ചത്തെ കുഴപ്പമാണോ എന്നറിയില്ല, ഫൈൻ പൗഡറൊന്നും ആയിട്ടില്ല, തരുതരുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരു അരിപ്പെടുത്തിട്ട് അതിലൊന്ന് അരിച്ചു. അല്ലെങ്കിൽ തരുതരിയാൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു തരുതരിപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് അരിച്ചിട്ടാണ് പിന്നെ കോഫി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പൗഡർ. ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു പൊടിച്ച പൊടിയാണിത്. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിഞ്ഞിക്കല്ല, അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തരിതരിയൊന്നുമില്ല, നല്ല തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാലെടുപ്പത്ത് വെച്ച് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര ഇടണുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൗഡർ ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-2.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ആ പൊടി ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ പാലിൽ ഇത് നന്നായിട്ട് മിക്സായിട്ട് ഒന്നും കൂടെ ഒരു ഡാർക്ക് കളറായിട്ട് മാറുന്നുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, ഈന്തപ്പഴത്തിന് അതുപോലെ അതിൻ്റെ കുരുവിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഷുഗർ ഉള്ളവർക്ക് ഇനി പഞ്ചസാര ഇടാതെ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പഞ്ചസാര അല്ലെങ്കിൽ ഈന്തപ്പഴം തന്നെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യണവർ അതും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈന്തപ്പഴത്തിൻ്റെ കുരു പൊടിച്ചതുണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലെടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. പെട്ടെന്നൊന്നും കേടുവരാത്തൊരു സാധനമാണിത്. ഇനി നമ്മളിപ്പോൾ തിളപ്പിച്ച പാൽ അരിച്ചെടുക്കുകയാണ്. കോഫിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചിലർക്ക് ഇഷ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് കോഫിക്കൊരു കയ്പ്പ് രുചി ഉണ്ടല്ലോ. ആ കയ്പ്പ് രുചി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറച്ചും കൂടെ അധികം ഇടേണ്ടിരുന്നാലും ആ കയ്പ്പ് രുചി വരുന്നുണ്ടാവില്ല. അല്ലാത്തവർക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കോഫിയുടെ അതേ ഫ്ലേവർ തന്നെ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കോഫി പൗഡർ നമ്മൾ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇടേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല രസമുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുമ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണണം.